ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എല്ലായിടത്തും ചർച്ചകൾ നടക്കുകയാണ്. കാരണം അടുത്തിടെ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ്. ഓരോ ദിവസവും ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ, അതും വലിയ വലിയ ദുരന്തങ്ങൾ പോലും. അമ്മയെ കൊല്ലുന്ന മക്കൾ, അച്ഛനെ കൊല്ലുന്ന മക്കൾ, ലഹരിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു തലമുറയായി വളർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കായിരുന്നു കഴിഞ്ഞ ദിവസം കോട്ടയം നേഴ്സിംഗ് കോളേജിൽ നിന്നുള്ള ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ടൊരു വിഷയം. അതിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു യുവാവിനെ കോമ്പോസ്റ്റ് വെച്ച് കുത്തി, ആ കുത്തിയ ചോര വരുന്ന ഭാഗത്ത് ലോഷൻ ഒഴിച്ച് അതിനുശേഷം ഡമ്പലെടുത്ത് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വെച്ച് കൈയും കാലും കെട്ടിയിട്ടേക്കാണ്. എന്നിട്ട് ആ പയ്യൻ അലർച്ച, വേദന കൊണ്ട് അലറുന്നത് കണ്ട് ആസ്വദിക്കുന്ന കുറേ ആളുകൾ. ഇവരെല്ലാം ലഹരിക്ക് അടിമകളാണ്. അതിനപ്പുറത്തേക്ക് ഇവർക്ക് കിട്ടുന്നൊരു സംരക്ഷണമുണ്ട്. അതാണ് ഇവരെ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിനു മുമ്പിട്ട് നമ്മൾ കണ്ടതായിരുന്നു സിദ്ധാർത്ഥൻ്റെ മരണം. സിദ്ധാർത്ഥനെ കൂട്ടമായിട്ട് ആക്രമിച്ച് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് പോയൊരു സാഹചര്യം. അതിനുശേഷം കഴിഞ്ഞ ദിവസം വൈറലായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, റസിയ, കോഴിക്കോടുള്ള റസിയയുടെ കൊച്ചിയിൽ വന്നിട്ട്, കൊച്ചി നഗരമധ്യത്തിൽ വന്ന് ആളുകളെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പ്രവീൺ എന്ന് പറയുന്ന സുഹൃത്തും റസിയയും കൂടെ കൊച്ചിയിലെ ആ നഗരത്തിൽ കാട്ടിക്കൂട്ടിയത് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പുറമാണ്. പോലീസുകാരെ ഇതറിഞ്ഞ് വന്നു, അവിടെ വിഷയം നടക്കുന്നു, ആളുകളെ കയ്യേറ്റം ചെയ്യുന്നു, കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന് കരുതി പോലീസുകാർ വന്നു. പോലീസുകാർ വന്നതിന് ശേഷം പ്രവീണിനെ അറസ്റ്റ് ചെയ്യുന്നു. പ്രവീൺ അവിടെ ഇരുന്നോട് പറയുന്നു അടിച്ച് തകർക്കടി എന്ന് പറയുമ്പോഴത്തേക്കും റസിയ വന്നിട്ട് പോലീസ് ജീപ്പ് അടിച്ച് തകർക്കുകയാണ്. ആ ചില്ലെല്ലാം അടിച്ച് പൊട്ടിച്ചതിന് ശേഷം പോലീസുകാരെ പച്ചത്തെറി വിളിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ പോലീസിനെയാണ് പച്ചത്തെറി വിളിക്കുന്നത്. അതിനുശേഷം പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. കയ്യിൽ ഇത് ലഹരിയാണ്, ഞാനിത് തിന്നാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു. അന്നത്തെ ദിവസം പോലെ ആ പെൺകുട്ടിയെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം പോലീസ് വനിതാ പോലീസുമായല്ല വന്നത് എന്ന ഒറ്റ പേരിൽ ആ പെൺകുട്ടിയെ അന്ന് മൊത്തം പോയി. അന്ന് ആരെങ്കിലും പോയി ആ പെൺകുട്ടിയെ ഇതിൻ്റെ പേരിൽ ആക്രമിച്ചിരുന്നെങ്കിലോ, ഒരാളെ കൊന്നുവരുന്നെങ്കിലോ ആര് സമാധാനം പറഞ്ഞേനെ? കേരളത്തിലെ പോലീസ് സമാധാനം പറയുമോ? പിറ്റേ ദിവസം എന്താണെങ്കിലും ഇതിൻ്റെ എല്ലാം ഹാങ് ഓവർ കഴിഞ്ഞ് ആ പെൺകുട്ടി സുഹൃത്തിനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ പോകുന്ന സാഹചര്യമാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു തലമുറ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കുട്ടികൾ ഇപ്പൊ ആ റാഗിങ് ചെയ്ത കുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ടാണോ റാഗിങ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിനുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും വന്നിട്ടില്ല. അവർ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ ലഹരിക്ക് വേണ്ടി പണം പിരിക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അല്ല, അത് വന്നൊരു വാർത്തയാണ്. അതായത് ദിവസവും ആ ഫസ്റ്റ് ഇയർ പിള്ളേരുടെ അല്ലെങ്കിൽ കോളേജിലെ പിള്ളേരുടെ കയ്യിൽ നിന്നും ഒരു തുക പിരിക്കുകയാണ്. എന്തിനാ? വൈകിട്ട് ലഹരി വാങ്ങിക്കാൻ. പക്ഷെ നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഇതിനു മുമ്പ് നിരവധി റാഗിങ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിക്രൂരമായ റാഗിങ്ങുകൾ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിടിക്കപ്പെട്ട ആൾക്കാരൊക്കെ ആ പഠനങ്ങൾ പൂർത്തിയാക്കി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 10 വർഷം മുമ്പ് നമ്മൾ കേട്ടൊരു കേസായിരുന്നു. കർണാടകയിൽ പഠിക്കാൻ പോയൊരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ശുചിമുറിയിലുള്ള ലോഷൻ കുടിപ്പിച്ച് അന്നനാളം വരെ കത്തിപ്പോയി 49 ദിവസം കുട്ടിയായിരുന്നു ആശുപത്രിയിൽ കിടന്നത്. ആ കുട്ടി ഇപ്പോഴും അതിജീവിക്കുന്നുണ്ട്. കാരണം നഴ്സിംഗ് പഠനമൊക്കെ മുടങ്ങി. ദളിത് പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഉപദ്രവിച്ച ആൾക്കാരൊക്കെ പഠനം പൂർത്തിയാക്കി വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. ആ പെൺകുട്ടി ആ ഒരു കോഴ്സ് വരെ മതിയാക്കിയിട്ട് ഇപ്പോൾ മറ്റൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് 10 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ജോലി കയറാൻ പോകുന്നത്. അതേപോലെ നിരവധി കേസുകൾ. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ ആണെങ്കിൽ ആ പ്രതികൾ എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ കിട്ടിയിട്ടുണ്ടോ നോക്കി കഴിഞ്ഞാൽ ആർക്കും കിട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. അതേപോലെ നിരവധി കേസുകൾ. ഇപ്പോൾ റസിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ ആയിട്ട് വരുന്നൊരു സാഹചര്യമായിരിക്കും കൊച്ചിയിലേക്ക്. അപ്പോൾ ഇതിനു മുമ്പ് നിരവധി ആക്രമണ കേസുകൾ ആ കുട്ടിയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ആ കുട്ടി ജയിലിൽ കടന്ന് കുറെ വർഷം ജയിലിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഒരു 23-24 വയസ്സുള്ളൂ. കുറച്ചു നാൾ മുമ്പാണ് ആ ഹോസ്റ്റൽ തല്ലി പൊളിച്ചത്. അപ്പോൾ ഒതുക്കി തീർത്തു എന്നാണ് പറയുന്നത് വീട്ടുകാരൊക്കെ വന്നിട്ട്. അപ്പൊ അങ്ങനെ ഒതുക്കി തീർക്കാൻ ഇത്ര എളുപ്പമുള്ള ഒരു സംസ്ഥാനത്ത്, കാരണം നമ്മുടെ കുട്ടികളപ്പോ ഇത്ര ധീരമായി കഞ്ചാവാണെങ്കിലും ലഹരിയാണെങ്കിലും. റസിയ ഒരു ചെറിയ പുള്ളി ഒന്നുമല്ല. റസിയ ഇതിനു മുമ്പിട്ട് ലഹരി മരുന്ന് ബന്ധപ്പെട്ട് ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഹോസ്റ്റൽ തല്ലി പൊളിച്ചൊരു കേസുണ്ട്. റസിയ അത്യാവശ്യം കൈക്കരുത്തുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, ഇതേപോലുള്ള ഒരുപാട് ആളുകൾ ഈ കൊച്ചി നഗരത്ത് വന്ന് ഈ നഗരം മൊത്തം കൈയാളുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലഹരി അടിച്ച് നമ്മള് ചില്ലായി നടക്കുക എന്നൊക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് ആളുകളുടെ മെക്കിട്ട് കയറുന്ന രീതിയിലേക്ക് വളർന്നു വരുന്ന കുറെ ആളുകൾ. പ്രശ്നമാണോ? ഇപ്പൊ കോഴിക്കോടാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും പഠിക്കാൻ വന്നത് അതൊക്കെ നേഴ്സിംഗ് കോളേജിലെ കുട്ടികളാണ്. കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫ് ഉള്ളത് നമുക്കറിയാം. പക്ഷെ ഈ മിക്ക സംഭവങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം
സ്ഥലങ്ങളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജില്ലകളിലാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യില്ല. ഇപ്പൊ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ആണെങ്കിലും കോട്ടയം നഴ്സിംഗ് കോളേജ് ആണെങ്കിലും ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ബാക്കിയുള്ള ജില്ലകളിലായിരിക്കും. കോഴിക്കോട് 11 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു റാഗിങ്ങില്. അപ്പൊ അതും ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ IT പാർക്കുകളാണെങ്കിലും കുറച്ചുകൂടെ നൈറ്റ് ലൈഫുകളാണെങ്കിൽ കുറെ സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഫുൾ 24 hours ഓൺ ആയിട്ടുള്ള പല സാഹചര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് കൊച്ചി. അപ്പൊ അവിടെയും ബാക്കിയുള്ള ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും ഇത്തരം ആക്രമണങ്ങൾ ഏർപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ അന്ന് നടന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 കേരളയുടെ ഒരു ക്യൂൻസ് വാക്കയുടെ അവര് ഒരു 2 മണിക്കും 3 മണിക്കൊക്കെ പോയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിരുന്നു. കാരണം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു. അങ്ങനെ ഒരു 6 മണി 7 മണി വരെയൊക്കെ അവിടെ ഓണാണ്. അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫുള്ള് ബ്ലറായിട്ടാണ് കാണിക്കുന്നത്. റോഡ് സൈഡിൽ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ക്യൂൻസ്വേയുടെ അവിടെ 2 പെൺകുട്ടികൾ, ഒരാൾ പൂർണ്ണമായും നഗ്നയായിട്ട് കിടക്കുന്നു, ഒരാൾ അർദ്ധനഗ്നയായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നത്. കാരണം അവർക്ക് പ്രായപൂർത്തിയായ ആൾക്കാരാണ്. എപ്പോഴും എഴുന്നേറ്റ് പോയെന്ന് അറിയില്ല. പുള്ളി അതെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട കാര്യമാണ്. ന്യൂസ് 18 കേരളയുടെ അതിനകത്തിൽ കിടപ്പുണ്ട്. അപ്പൊ ഇതേപോലെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ ആക്രമണം സംഭവിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഇത്തരം കേസുകൾ വരുന്നില്ലെങ്കിൽ നമ്മൾ അറിയുന്നത്. അതെ, ലഹരി അടിച്ച് ബോധം പോകുന്ന ഒരു തലമുറയായിട്ട് ഇപ്പൊ പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലഹരി സുലഭമാണ്. കാരണം നമ്മൾ പുറത്തേക്ക് പോയി ഒരു സിഗരറ്റ് വലിക്കുന്ന പോലെ തന്നെയായി മാറിയിട്ടുണ്ട് ഇപ്പൊ ലഹരി. പുറത്തേക്ക് ഇറങ്ങി നമ്മളിപ്പോ ആ ഒരു സാഹചര്യത്തോളം തന്നെ ചെറിയ സാധനങ്ങളൊന്നുമല്ല, നമ്മൾ കേട്ടിട്ടില്ലാത്ത പല സാധനങ്ങളും ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ്. കൊച്ചി പോലെ നഗരത്ത് സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ സുഗമമായിട്ട് വിൽക്കുന്നത് പോലും. ഇതിനൊന്നും തടയിടാൻ ഇവിടുത്തെ കേരള പോലീസിനോ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല എന്നത് വലിയൊരു പാളിച്ചയല്ലേ? തീർച്ചയായിട്ടും. കാരണം കൂടുതലായിട്ട് അവര് ഇടപെടാത്തൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ ആ ന്യൂസ് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, ഹെൽമെറ്റ് ഇല്ലാണ്ട് ആണെങ്കിലും വളരെ സ്പീഡിലൊക്കെ നല്ല രീതിയിൽ. കാരണം കഴിഞ്ഞ തവണ ആ ഒരു സ്ഥലത്ത് ഒരു അപകടം സംഭവിച്ചിട്ട് 2 പേരും മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇതൊക്കെ നോക്കാത്തതെന്ന്. അപ്പൊ അവർക്ക് തന്നെ പേടിയാണ്, ഇവരൊക്കെ എന്തൊക്കെ വലിച്ചു കയറ്റിയിട്ടാ വരുന്നതെന്ന് അറിയില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ റസിയുടെ കൂട്ട് അക്രമാസക്തയായിട്ട് അടിക്കാനും കുത്താനും വരുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ജീവന് ഭയമുണ്ട്. പോലീസുകാരെ പേടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ നാട് പോകുമ്പോൾ ഇനി നാളെ വരുന്ന ദിവസങ്ങളിൽ എന്തെല്ലാമായിരിക്കും സംഭവിക്കുന്നത്? പോലീസിനെ പോലും ഭയമില്ലാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടല്ലേ, തട്ടുകടയിലേക്ക് ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ അയാളെയാണ് തലക്കൊടിച്ച് കൊന്നത്. ആ ഒരു രീതിയിലേക്കാണ്. കാരണം അവർക്ക് ഭയമാണ്. ഇവര് എന്ത് തരം മയക്കുമരുന്നാണ് ഉപയോഗിച്ചത്? അല്ല, അത് സത്യമാണ്. അത് ഇപ്പം മദ്യപിക്കുന്നോ പുകവലിക്കുന്നോ പോലല്ല. ഈ സിന്തറ്റിക് ഡ്രഗുകൾ അടിച്ചു കഴിഞ്ഞാൽ ഇവർ പിന്നീട് എന്താണ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പിന്നീട് ഇവർ അക്രമാസക്തമായിരിക്കും. ഇതാണ് ഈ ലഹരിയുടെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. ഒരു ഇരട്ടി സ്ട്രെങ്ത് കിട്ടുന്ന പോലെയാണ് പല ഡ്രഗ്സുകൾ ഉപയോഗിക്കുമ്പോൾ. അത് നമ്മുടെ ഈ സ്റ്റിറോയിഡ്സ് ഒക്കെ ഉപയോഗിക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇരട്ടി എനർജി ഇരട്ടി സ്ട്രെങ്ത് ആയിരിക്കും കിട്ടുന്നത്. ആ ഒരു സമയത്ത് ഇവർ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ പ്രതിരോധിക്കാൻ പോലും പറ്റില്ല. പല സാഹചര്യങ്ങളും പലർക്കും പരിക്ക് പറ്റുന്നത് എത്രയോ പോലീസുകാർക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നീട് അവർ ആശുപത്രിയിൽ പോയി പരിശോധിക്കുന്ന സമയത്ത് ഇവരുടെ മെഡിക്കൽ എടുക്കുന്ന സമയത്തായിരിക്കും ഇവർ ഇത്ര വലിയ സിന്തറ്റിക് ഡ്രഗ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. അല്ല, ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ആണ് ഏറ്റവും വലിയ വിഷയം. ബാക്കിയുള്ളതൊന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു മദ്യപിച്ച ഒരാൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ അയാൾക്ക് 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാലും അയാൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോധം വരും. പക്ഷേ സിന്തറ്റിക് ഡ്രഗ്സ് അതേ കൂട്ടല്ല. സിന്തറ്റിക് ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ വയലന്റ് ആയിരിക്കും, ഹൈലി വയലൻ്റ് ആയിരിക്കും. നമുക്ക് ഈ കേസുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയുള്ളവരെല്ലാം ഹൈലി വയലൻ്റ് ആണ്. ഒന്നെങ്കിലും ഒരാളെ കൊല്ലും, അല്ലെങ്കിൽ അടിക്കും ഇടിക്കും. എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കാതെ ഇവർ അടങ്ങത്തില്ല. പക്ഷേ ഈ കോട്ടയം നഴ്സിംഗ് കോളേജിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഈ ഡ്രഗ്സിന് പൈസ പിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ അധികൃതരൊക്കെ വെറുതെ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഈ ആന്റി ഡ്രഗ്സിനെതിരെയുള്ള എല്ലാ കോളേജുകളിലാണെങ്കിലും അതിനെതിരെ ഒരു ടീമൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ അവരൊക്കെ അവിടെ കണ്ണും പൂട്ടി വെറുതെ ഇരിക്കുകയാണോ? കുറെ നാളുകൾക്ക് ഒരു 3ാമത്തെ വർഷം അല്ലെങ്കിൽ സീനിയർ വിദ്യാർത്ഥികളാണ് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഇങ്ങനെ അവരുടെ സീനിയേഴ്സും പിരിച്ചിട്ടുണ്ടാവും. ഈ വിദ്യാർത്ഥികൾക്കൊക്കെ അവിടെ ഭരണ സംവിധാനം ഉണ്ടെന്നേ, കൃത്യമായിട്ട് അവർ ഭരണ സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് അവര് ഇടതുപക്ഷ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ട് ആ റാഗിങ്ങിനകത്ത് ബന്ധപ്പെട്ട്. അപ്പം ഇവർക്കെല്ലാം കൃത്യമായിട്ട് ഭരണ സംവിധാനവും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണയും ഉണ്ടായതുകൊണ്ട് ഇവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്യാമ്പസുകളിൽ ചോദിക്കാനൊന്നും ആരും ചെല്ലത്തില്ല. ഈ ഉപദ്രവിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ തോന്നി എന്നുള്ളതാണ്. വീണ്ടും കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ വീണ്ടും ആൾക്കാരെ കുറെ കൂടെ ഇങ്ങനെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് അവർ വീണ്ടും കാണുകയോ അല്ലെങ്കിൽ അവർ തന്നെ അപ്ലോഡ് ചെയ്യുകയും? ഈ കുട്ടികൾ അപ്ലോഡ് ചെയ്യാതെ എന്തായാലും പുറത്തേക്ക് ഈ ഒരു വീഡിയോസ് ഒന്നും വരില്ല. ആ ഒരു ഒന്ന് നോക്കൂ, ഒരു ഡിവൈഡർ കൊണ്ട് പുക്കിളിന് ചുറ്റുമിട്ട് ഒരു റൗണ്ട് വരയ്ക്കുക, എന്നിട്ട് കോമ്പസ് കൊണ്ട് കുത്തിയാണ് ഓരോ ഭാഗത്തും കുത്തി നോക്കുകയാണ് ചോര വരുന്നുണ്ടോന്ന്.
ആ കുട്ടിയുടെ അച്ഛനും മാനസികാവസ്ഥ അമ്മയൊക്കെ അതിനെതിരെ പ്രതികരിക്കുന്ന കാണുമ്പോഴാണ്. കാരണം അവരുടെ ഒരു മാനസികാവസ്ഥ അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ കഷ്ടപ്പെട്ട് പൈസ മുടക്കി പഠിക്കാൻ കൊണ്ടുവിട്ടാണ്, അവർ ഇത്രത്തോളം പീഡനങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നില്ല ഈ ക്യാമ്പസുകളുടെ ഏറ്റവും വലിയ വിഷയം ഇതാണ്, അവിടെ എന്ത് നടന്നു കഴിഞ്ഞാൽ അത് പുറത്തറിയത്തില്ല. കാരണം അത് ഏറ്റവും വലിയ ദോഷമാണ്. പേരിന് ദോഷം വരുന്ന ഒരു കാര്യമാണ്. ക്യാമ്പസിന് ദോഷം, പേരിന് ദോഷം വരുന്നതല്ല, വിദ്യാർത്ഥികൾ പേടിച്ചാണ് ഇന്ന് ജീവിക്കുന്നത്. പ്രതികരണശേഷിയില്ലാത്ത വിദ്യാർത്ഥികളായിട്ട് ഇന്നത്തെ ക്യാമ്പസുകളുടെ പുതുതലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവർക്കും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കും, അല്ലെങ്കിൽ അവരുടെ പഠിത്തം നിൽക്കും. ഈ പുറത്ത് പറയുന്നവർക്കാണ് ഈ വിഷയം വരുന്നത്. ഈ ചെയ്യുന്നവർ അപ്പോഴും ക്യാമ്പസുകളിൽ തന്നെ പഠിക്കും. പക്ഷെ ഇങ്ങനെ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തന്റെ കോളേജിൽ ഈ നമ്മുടെ മിഹറിന്റെ കേസ് തന്നെ എടുത്തതാണ്. അപ്പൊ ആ ഒരു സ്കൂൾ തന്നെ മുന്നോട്ട് വന്നു, ഇവിടെ റാഗിംഗ് ഒന്നും നടന്നിട്ടില്ല, അവന്റെ കയ്യിലിരിക്കൊണ്ട് മരിച്ചതായിരിക്കാം എന്ന രീതിയിൽ. കാരണം ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു കോളേജിൽ ഇങ്ങനെ റാഗിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നീടുള്ള കുട്ടികൾ അവിടേക്ക് ചൂസ് ചെയ്യില്ല. അപ്പൊ പലപ്പോഴും അവർ പ്രിട്ടൻഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന രീതിയിലേക്ക് മുന്നോട്ട് കേസ് കൊണ്ടുപോകും. അപ്പൊ ആ പ്രതികളൊക്കെ സ്വാഭാവികമായി രക്ഷപ്പെടും. കാരണം അങ്ങനെ ഒരു സാധനമേ ആ ഒരു കോളേജിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്നിട്ടില്ല എന്ന് അവർ തന്നെ പറയുമ്പോൾ പിന്നെ കോടതിയിൽ എങ്ങനെയാ കേസ് നിലനിൽക്കുക? അതെ.